ഇതെന്താ കണ്ണും മോറൊക്കെ വല്ലാണ്ടിരിക്കണേ? ഞാൻ കിടക്കായിരുന്നു. സുര, ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളെ പറ്റി വല്ലാത്ത ന്യൂസുകളൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വരുന്നുണ്ട്. ആ പൈസ അടയ്ക്കാത്തതിൻ്റെ പേരിൽ ഓൺലൈനിൻ്റെ ബാങ്കുകാർ ചെയ്യുന്നതാണ് കേൾക്കുന്നത്. നമുക്ക് പോലീസിൽ പരാതിപ്പെടാം. എനിക്ക് കരയണ്ട. ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളോട് പറയാതിരിക്കായിരുന്നു. പിന്നെ എത്ര ആളിപ്പോ വിളിച്ചെന്നറിയാം. ആരൊക്കെയാ വിളിക്കാന്? ഞാൻ അവരെ പറ്റിച്ചതൊക്കെ ചോദിച്ചിട്ട് ആരൊക്കെയാ മെസ്സേജ് അയക്കാണ്? മനഃപൂർവ്വമല്ലല്ലോ, ഒരൊറ്റ അടവ് തെറ്റിയനല്ലോ ഒരു കണ്ട കാര്യങ്ങളൊക്കെ കാണിക്കണേ. നിങ്ങളത് പൈസ എടുത്ത് ഒഴിവാക്ക്. ഇനി നാളം കിടാക്കി പറ്റൂല. ഇവിടെ നിന്ന് സംഘടിപ്പിച്ച് ഞാൻ അടയ്ക്ക. കരയാണ്ടൊക്കെ ഈ ഇനി നാടൻ കിടണ്ടി വന്ന എന്താ വേണ്ടത്? ഇതാ വേണ്ടാത്ത വർത്തമാനം പറയുന്നൊക്കെ കേട്ടോ. ഈ കരയാണ്ടൊക്കെ ചെല്ലുമ്പോ എന്തെങ്കിലും വൈകിട്ടാക്കാം. ആ മെമ്പറോ എന്താ ഈ വഴിക്ക്? അതെ, ഞാൻ സൂതൻ സാറിനെ ഒന്ന് കാണാൻ വന്നാണ്. എന്തേ? സൂതൻ സാറേ, ഒരു പ്രശ്നമുണ്ടല്ലോ. എടാ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ പോയി പരിഹരിക്കും. ഞാൻ ഇപ്പൊ SI ഒന്നുമല്ല, റിട്ടയർഡായി. അതെ സാറേ, സ്റ്റേഷനിൽ പറയാൻ പറ്റിയ വിഷയമല്ല. എന്താ? നമ്മുടെ മൊയ്തു ഇല്ലേ? ഏത് മൊയ്തു? മീൻ കച്ചവടം നടത്തണ മൊയ്തു. ആ മൊയ്തുവിന്റെ ഭാര്യ സുഹ്റ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്. എന്ത് പ്രശ്നം? അതെന്തോ ഫോണിൽ ഓൺലൈനിൽ ആപ്പിൽ നിന്ന് എന്തോ ഇത്തിരി പൈസ ലോൺ എടുത്ത്. ആദ്യം 1-2 പ്രാവശ്യം എടുത്തത് കൃത്യമായിട്ട് തിരിച്ചടച്ച്. മൂന്നാമത്തെ തവണ എടുത്തതിൽ ഒരടവ് മുടങ്ങിയപ്പോ ആകെ വിഷയമായൊക്കെയാണ്. അവിടെ നിന്ന് വിളിച്ചിട്ട് അവര് ഭീഷണിപ്പെടുത്തല്, അവരുടെ ബന്ധുക്കളെ മുഴുവൻ വിളിച്ച് പറയല്. ഇതിപ്പോ എങ്ങനെ ഇടപെടാനാണ്? ഇതൊക്കെ ഇന്റർനാഷണൽ ലെവലുള്ള കമ്പനികളാണ്. ഒന്നും കാണാണ്ട് എടുത്തു ചാടില്ല, നാറ്റിച്ച് കളയും കാശ് കിട്ടാൻ വേണ്ടിട്ട്. അതല്ല, ഇപ്പൊ ഈ പെണ്ണിന്റെ തുണിയില്ലാത്ത പടം പ്രചരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു മോഡൽ ഇട്ട് കൊടുത്ത്. പിന്നെ രാത്രി വിളിച്ചോന്നും പറഞ്ഞിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ചെറുപ്പക്കാർക്ക് വന്നിട്ട് അവരും വിളിക്കാണ്. സാറൊന്ന് എന്റെ കൂടെ വാ, നമുക്കൊന്ന് ഇടപെടാം. അവിടെ ആള് കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അല്ലെ നീയല്ലേ രാഷ്ട്രീയക്കാരൻ, ഇവിടുത്തെ മെമ്പർ അല്ലേ? അല്ല സാറേ, സാറ് പറയുമ്പോ ഒരു ഉദ്യോഗസ്ഥനല്ലേ, ഒരു ഗൗരവം കിട്ടുമല്ല, അതുകൊണ്ടാണ്. എന്ത് മെമ്പറാടാ നീ? അതൊന്നും എനിക്ക് ഞാൻ പോയി ഷർട്ടൊന്ന് മാറിയിട്ട് വേമ്പോ. വെറുതെ കൊമ്പം മനുഷ്യൻ പിരിച്ചു വെച്ചിരിക്കുകയാണ്, ഒരു കാര്യത്തിന് വിളിച്ചാൽ വരൂല. ഉണ്ണിയെ വിജയന്റെ അവിടെ പോയിട്ട് ഒരു 50 കസേര 2 ടാർപ്പയ്ക്കും പറയും. 50 കസേര വരെ മരിച്ച വീട്ടിൽ 100 വേണം. 100 വേണ്ട, 50 മതി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്കൊരു 50 കസേര 2 ടാർപ്പയും പോരെ? അത് ചടങ്ങിനൊക്കെ വേണ്ടിട്ട്. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാണല്ലോ ഞാൻ വെച്ചിരിക്കൂല. ഞാൻ കേട്ടോ അല്ലെ, എന്നാ പിന്നെ ടാർപ്പ എടുത്തോളൂ. സൂതൻ സാർ വന്നിട്ടില്ലേ? ഒന്നും ഉണ്ടാവില്ല, ഞാൻ നോക്കട്ടെ. നീ തെരഞ്ഞെടുത്തേക്കണം നിന്റെ മെമ്പറാവുന്നാണ് പേര്. സുഖം സാറേ, ആ പോസ്റ്റ്മോർട്ടം വേണ്ടി വരില്ല, ആത്മഹത്യ ആയതുകൊണ്ട്. പോയടാ സൂറ, എത്ര പൈസ ഉണ്ടെങ്കിലും നമുക്ക് കൊടുത്തു തീർക്കാം, സൂതൻ സാറ് തരും. അതെ, ഒന്നിപ്പോ സംഭവിച്ചിട്ടില്ലല്ലോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. കുട്ടി വാതിൽ പറഞ്ഞേ. മൊയ്ത് ഇപ്പച്ചൊക്കെ കരയണ് കണ്ടില്ലേ? നീ വിഷമിപ്പിക്കല്ലേ? തുറക്ക്. പോയ മന്മത എന്നെ വിളിക്കണേ, എന്തെങ്കിലും പേടിപ്പിക്കണാണ് എന്റെ മോളെ ഓർപ്പിക്കാനായിട്ടാ. എന്റെ മോളെ വേണം സാറേ, ഞാൻ മോളെ കെടുത്തൂല. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മോളെ കിട്ടുമോ? മോളെ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൾക്കുണ്ടായി ഈ നാണക്കേട് മാറോ? എന്താ കുട്ടിയെ, എന്താ ഇത്? ഇതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായേ?
ഞാൻ എന്താ വേണ്ട സുധ സാറേ? കുറച്ച് കായെടുത്തെന്ന് പറഞ്ഞിട്ട് ഓരെന്നെ നാണം കെടുത്തി. ഒരു ചോദിക്കുമ്പോ കൃത്യമായിട്ട് ഞങ്ങള് പൈസ അടച്ചിട്ടുണ്ട്. ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല. നാട്ടുകാരെ മുമ്പിൽ നാണം കെട്ടി ജീവിക്കാൻ എനിക്ക് പറ്റൂല. അതിനൊക്കെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. നീ എടുത്തു ചാടി കാര്യം അറിയേണ്ട, കാശ് വെറുതെ കിട്ടുന്നറിഞ്ഞപ്പോ എന്തിനാ ഇറങ്ങി പുറപ്പെട്ടെ? ബുദ്ധിമുട്ടുണ്ടോ സുധേട്ട? എളുപ്പത്തിൽ പൈസ ഇട്ടെന്ന് കേട്ടപ്പോ ചാടി പുറപ്പെട്ട. എത്ര എടുത്താ നീ? കൊടുക്കല്ലേ 10 ലക്ഷം. 10 ലക്ഷം എന്തിന്? ഞാന് സത്യശീലിന് കൊടുക്കാൻ ഒരു 10,000 രൂപ എടുത്ത് തുടങ്ങിയതാ. അത് കൃത്യമായിട്ട് ഞാൻ അടച്ചു തീർത്തിട്ടുണ്ട്. പിന്നെ ഒരു 40,000 രൂപ പീഡിയന്റെ കാര്യത്തിന് വേണ്ടി എടുത്ത് അതും തിരിച്ചടച്ചു. അപ്പൊ വീണ്ടും ഓഫർ വന്നപ്പോ ഞങ്ങള് 1 ലക്ഷം രൂപ ഇവളുടെ അനിയത്തിയുടെ കല്യാണത്തിന് പണ്ടം മേടിക്കാൻ 1 ലക്ഷം രൂപ എടുത്തു. ആ 1 ലക്ഷം രൂപ അതിന് പിന്നെ അടയ്ക്കാൻ പറ്റില്ല. അതാണ് പോയി 10 ലക്ഷമായിട്ട്. അപ്പൊ ഈ 1 ലക്ഷത്തിനാണ് ഇപ്പൊ 10 ലക്ഷം അടക്കണം എന്ന് പറയണേ? ഓരിപ്പോ 10 ഇരട്ടി അടിച്ചില്ലെങ്കിൽ എന്നെ പറ്റി അശ്ലീല സോഷ്യൽ മീഡിയയിൽ ഇടുന്നൊക്കെ പറഞ്ഞ് എന്റെ ഫോട്ടോ അശ്ലീലമാക്കി ഇടുവന്ന് എന്റെ ഫോണിലേക്ക് ഒരുപാട് അശ്ലീല മെസ്സേജ് കോരയച്ച്. കരയേണ്ട സൂറ, കരയേണ്ട. ഇതിപ്പോ അങ്ങനെ വന്നിട്ടൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ വരുമെന്ന് അവര് ഭീഷണിപ്പെടുത്തിയതല്ലേ ഉള്ളൂ. ഒരാൾ നമുക്ക് വെറുതെ കാശൊന്നും എടുത്തു തരില്ലല്ലോ. നമുക്ക് തന്ന കാശ് മുതലാക്കാൻ വേണ്ടിയിട്ട് അവർ ഇതുപോലെ പല ഭീഷണികളും പെടുത്തും. നമ്മളെ കയ്യിൽ ചെന്ന് തല വെച്ചു കൊടുത്തു. അതാണ് ഇപ്പൊ പറ്റിയത്. ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് നമുക്ക് ആവശ്യമുള്ള കാശ് അരമണിക്കൂറിന്റെ ഉള്ളിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ അവര് ചോദിച്ച ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോൺ നമ്പർ ഒക്കെ നമ്മളാണ് കൊടുക്കും. അപ്പൊ നമ്മുടെ ഫുൾ ഡാറ്റ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ അത് വെച്ച് അവർ നമ്മളെ ചൂഷണം ചെയ്യും. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. എത്രയും പെട്ടെന്ന് ഈ സൈബർ സെല്ലിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്യണം. നമ്മളൊരു കാശിന്റെ ഇടപാടായിട്ട് ചെല്ലുമ്പോൾ ആ സ്ഥാപനം അംഗീകൃതമാണോ അല്ലേന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലാതെ എടുത്തു ചാടിയണ്ടല്ലോ. ഈ പാവങ്ങളെ മുതലാക്കാൻ വേണ്ടി ഇതുപോലെ ഒരുപാടെണ്ണം ഉണ്ട് നാട്ടിലെ. അവനോ സൂക്ഷിച്ച അവനാണ് നല്ലത്. അത്രേ പറയുള്ളൂ. പിന്നെ വന്ന് ചോദിക്കുമ്പോ ഇല്ല പറഞ്ഞാൽ ഇതിന്റെ മുട്ടുകാരെ ഞാൻ തല്ലി ഓടിക്കും. എന്ത് അധികം എവിടെയല്ല ഞാൻ തെരഞ്ഞു നോക്കി വരുമെന്ന്. പറഞ്ഞ മനസ്സിലാക്കി. എനിക്ക് ഇത് വെറുതെ കളയേണ്ട കയ്യിൽ പൈസ ഇല്ല. വെറുതെ കളയാൻ പൈസ